ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഡിക്ലറ്റിംഗ് ചലഞ്ചിലും മെസ്സി ഹോം ക്ലീനിങ് ചലഞ്ചിലും രണ്ടാമത്തെ വീഡിയോ ആണിത്. ജ്വല്ലറീസും അതുപോലെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇന്നൊന്ന് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാം, പിന്നെ ഡിക്ലറ്ററിങ്ങും കൂടെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഇതുപോലത്തെ ഓർഗനൈസർ വേണം. നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ നല്ല ഓർഗനൈസറൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു ഓർഗനൈസർ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈനിൽ നിന്നല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 140 രൂപയാണ് ഒരു കമ്മൽ ഓർഗനൈസറിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ മുന്നേ ഇതുപോലെ നമ്മുടെ ഈ ഒരു തെർമോക്കോളിൻ്റെ മുകളിൽ ഇതുപോലെ കമ്മൽ നമുക്ക് തന്നെ അതിൻ്റെ ഒരു കുത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്നോളുമല്ലോ, അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് നാളായി ഇതുപോലെ വെച്ചിട്ട്. അപ്പോൾ ഇത് അങ്ങനെ ചീത്തയായി. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് 2 ജോഡി കമ്മൽ കണ്ടുപിടിക്കണമെങ്കിൽ നല്ല പണിയാണ്. അപ്പോഴാണ് ഈ ഒരു സാധനം വാങ്ങിക്കാമെന്നുള്ള ഒരു ബോധം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ആജീവനാന്ത് ഉപയോഗിക്കാം. അത്രയും നല്ല യൂസ്ഫുള്ളായ ഐറ്റമാണ്. പക്ഷേ ഇതിൻ്റെ പാർട്ടീഷനൊക്കെ പെർമനൻ്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. സെയിം ഈ ഒരു കള്ളി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുകൂട്ടുള്ള ഒത്തിരി ഓർഗനൈസർ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റാത്തതൊക്കെ ഒത്തിരി ഓർഗനൈസർ ഓൺലൈനിലുണ്ട്. അത്ര വലിയ റേറ്റ് ഒന്നുമില്ല. 200 രൂപ താഴെയും 150 രൂപ താഴെയൊക്കെ നല്ല ഓർഗനൈസറുകളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് നമ്മുടെ കമ്മലുകളൊക്കെ ഓർഗനൈസ് ചെയ്യാമെന്ന്. അതാണല്ലോ മെയിൻ പ്രശ്നക്കാർ. ഒന്നില്ലെങ്കിൽ ഒന്നുണ്ടാവില്ല. പിറകു വശം കാണാനാണ് ഏറ്റവും വലിയ പണി. പെൺകുട്ടികളെല്ലാം വീട്ടിൽ നല്ല പണിയാണ്. ഈ ഒരു കമ്മൽ ഒന്നിക്ക് അമ്മ എടുക്കും, മോളെടുക്കും, അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ കമ്മലുകളൊക്കെ ഞാനും മോളും കൂടി എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ അവരെ നമ്മൾ കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. പിന്നെ ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവളും ഞാനും കൂടിയിട്ട് എല്ലാം തന്നെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഞങ്ങൾ മാലയും കൂടി ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് സെപ്പറേറ്റ് ഇനി ഓർഗനൈസർ കണ്ടെത്തണ്ടല്ലോ. പിന്നെ അതിനും മാത്രം നമ്മുടെ അടുത്ത് ഫാൻസി സാധനങ്ങളൊന്നും ഇല്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ കളയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്രയും സാധനങ്ങളില്ലോ. പിന്നെ ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒന്നും കൊച്ചുങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല. പിന്നെ എന്തെങ്കിലും പാർട്ടി വെയർ ആയിട്ട് 1-2 കമ്മലുകളൊക്കെ അന്നേരം വാങ്ങിച്ചാലേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ഭംഗി പോകുമ്പം കളയുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഇത്രയും ഡിക്ലട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും കമ്മലുകൾ ബാലൻസ് ഇട്ടുണ്ട്. ഇതിൽ അധികം ഒരെണ്ണം കാണാനില്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലീനിങ് പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരെണ്ണം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് അവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാം കൂടെ നമുക്ക് ഹോം ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് ക്ലീൻ ചെയ്ത് ഒന്നിച്ച് കളയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതുപോലത്തെ കമ്മലുകളൊക്കെ 2 ജോഡിയുണ്ട്. പക്ഷേ നമുക്കത് അത്ര കംഫർട്ടബിൾ അല്ലാത്ത സാധനം നമുക്ക് സന്തോഷം തരുന്നില്ല അത് അവിടെ വെച്ചിട്ട്. അതുകൊണ്ടാണ് അത് കളയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഈ ഒരു സാധനം മാറ്റുമ്പോൾ ഞാൻ വേണ്ട നല്ല ലോക്കറ്റാണല്ലോ, വേണമെങ്കിൽ ഇത് ലോക്കറ്റായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിന് തോരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കമ്മലുകൾ നമ്മൾ ഡിക്ലട്ടർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിക്ലട്ടറിൻ്റെ ലക്ഷ്യം തന്നെ ഇതാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതും അതുപോലെ ഒടിഞ്ഞു പോയ സാധനങ്ങളും പിന്നെ നമുക്ക് അത് സന്തോഷം തരുന്നില്ല എന്നില്ലാണെങ്കിൽ തീർച്ചയായും അത് ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ. നമ്മൾക്ക് ഒത്തിരി സാധനങ്ങളില്ല കേട്ടോ. മെയിനായിട്ട് അതാണ്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുള്ളൂ, ഞാനും വാങ്ങിക്കാറുള്ളൂ. ഒത്തിരി അങ്ങോട്ട് വാങ്ങിച്ചു കൂട്ടുന്ന ശീലമില്ല. അതുകൊണ്ട് തന്നെ അത്രയും അങ്ങോട്ട് നമുക്ക് ഇത് ഓർഗനൈസ് ചെയ്യാനുള്ള പണിയുമില്ല കേട്ടോ. ഇതുപോലത്തെ കുഞ്ഞ് പാർട്ടീഷൻ ബോക്സാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇതുപോലത്തെ ക്ലിപ്പുകൾ, എല്ലാ ടൈപ്പ് ക്ലിപ്പുകളും, ചിലപ്പോൾ ഈ ഒരു ബാൻഡൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഇനിയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ക്ലീനിങ് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഈ ബോക്സ് നിറയും. അത്രയും സാധനങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എവിടെ ഇല്ലെന്ന് തന്നെ എനിക്കറിയില്ല. അപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാംഗിൾസ് സ്റ്റാൻഡുകൾ ഒത്തിരി ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ഒരു കപ്പ് ഹോൾഡറാണ് കേട്ടോ. കുറേ നാളായി ഞങ്ങളെടുത്ത്. ഇപ്പോൾ ഈ ഒരു കപ്പ് ഹോൾഡറിലാണ് ബാംഗിൾസൊക്കെ തൂക്കിയിടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അധികം മുതൽ മുടക്കല്ലാതെ തന്നെ എന്തൊക്കെ ഓർഗനൈസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് നാളായി, എനിക്കൊന്നും കുറച്ച് വർഷങ്ങൾ തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ നല്ല ബാംഗിൾസ് നമ്മളിതുപോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പൊടി പിടിച്ച് അപ്പടി നാശമായിപ്പോവും. അങ്ങനെയുള്ളതൊക്കെ ഇതുപോലത്തെ ഒരു സിപ്ലോ കവറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ബോക്സിലെടുത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ അതിൻ്റെ അത് കളറൊന്നും ഫെയ്ഡായി പോവില്ലല്ലോ. പിന്നെ ഇത്രയും ബാംഗിൾസ് നമുക്ക് ഡിക്ലറ്ററിങ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല. എന്നാത്തിനാണെന്നറിയില്ല ഇത് ഇത്രയും കാലം സൂക്ഷിച്ച് വെച്ചത്. പിന്നെ ബാംഗിൾസ് എല്ലാം ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഐലൈനർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ ഒരു ബോക്സിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണോ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം കൂടെ ഈ ഒരു അവസ്ഥയിലായി അവിയിൽ വരുമായിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി നെയിൽ പോളിഷ് ഉണ്ട് കേട്ടോ, ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതൊക്കെ ഒന്നും ഉപയോഗശൂന്യമായതെല്ലാം ഒന്ന് കളയുവാണ്. നമുക്ക് ആവശ്യമുള്ളത് ചില കളറുകളൊന്നും നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വാങ്ങിച്ചു വെക്കും. അങ്ങനെ ഒത്തിരി വീടുകൾ കാണും കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് നോക്കും. ഫാൻസി ഐറ്റംസൊക്കെ ഇതുപോലെ കിടപ്പുണ്ടാവും. ഒത്തിരി വർഷം മുമ്പുള്ള നെയിൽ പോളിഷൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതും ഇതുപോലത്തെ ഒരു ബോക്സിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെയിൽ പോളിഷ് എന്ന് പറഞ്ഞൊരു സാധനം ഇന്നേ സ്ഥലത്തുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മോളും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നെ. അപ്പോൾ അവൾക്കും കറക്റ്റ് അറിയാമല്ലോ, നമ്മൾ രണ്ടുപേരും തന്നെയാണ് ഇതൊക്കെ വലിച്ചു ഇടുന്ന ആൾ. അപ്പോൾ അവളെ കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവളും കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തോളും. അപ്പോൾ ഇതേ ലിപ്സ്റ്റിക്കുകളൊക്കെ ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫ്യൂമുകളൊന്നും നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവിടെ കുട്ടികൾക്കും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ ഉപയോഗിക്കൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്കും ഈ ഒരു തലവേദന ഉണ്ടാവും ഇതിൻ്റെയൊക്കെ മണം കിട്ടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഭയങ്കര റെയറാണ്. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഉള്ളൂ എടുത്ത് വെക്കുന്നത്. ബാക്കിയൊക്കെ ആർക്കും കൊടുക്കും കേട്ടോ, ആരെങ്കിലും തന്നാലൊക്കെ. അപ്പോൾ ഇത് രണ്ടും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിടുന്ന ക്രീമുകളൊക്കെ, അതുപോലത്തെ ക്രീമുകളും എനിക്കും അലർജിയാണ്. അതുകൊണ്ട് ഞാനും അത് ഓവറായിട്ട് അങ്ങോട്ട് വാങ്ങിച്ച് വെക്കുക ഇല്ല. നമുക്ക് സ്യൂട്ടായതോ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പതിവ്. പിന്നെ കുട്ടികൾക്കൊന്നും ഞാൻ ഉപയോഗിക്കാറുമില്ല കേട്ടോ, ഒത്തിരി ക്രീമുകളൊന്നും ഉപയോഗിക്കാറില്ല. അപ്പം ഇത് മാത്രമല്ല, ഒരു സൺസ്ക്രീമും ഒരു BB ക്രീമും ഉണ്ടായിരുന്നു. അതും ഞാൻ കറക്റ്റായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. നമുക്കത് ചില സമയത്ത് അലർജി ആയിരിക്കും, മുഖത്ത് എനിക്ക് പെട്ടെന്ന് അലർജി വരും. അതുകൊണ്ട് ഞാനിതൊന്നും അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ നമുക്ക് പൗഡർ, പിന്നെ നമ്മുടെ കാജലുകളൊക്കെ, അതൊക്കെ ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ, ചെറിയൊരു നമ്മുടെ കുപ്പി പോലെ ഇരിക്കുന്ന ബോക്സിലാക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴും. അപ്പോൾ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഫാൻസി, കോസ്മെറ്റിക്സ്, അതുപോലെ ജ്വല്ലറി എന്നൊക്കെ പറയുന്ന ആ ഒരു സെക്ഷനിൽ. അപ്പം നമ്മൾ മിനിമലൈസ് ആയിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. അതുകൊണ്ടാണ് ഇച്ചിരി കുറവ്. അപ്പം ഈ ഒരു ഡിക്ലറിങ്, അതായത് നമ്മുടെ ഫാൻസി ഐറ്റംസൊക്കെ ഡിക്ലറിങ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ വാച്ചസൊക്കെ വളരെ ഓരോണ്ണം വെച്ചിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ അതും ഇതുപോലെ ഒരു ബോക്സിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിക്ലറിങ് ചലഞ്ച് നിങ്ങൾ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, നിങ്ങൾ കൂടെ അതിൽ ചേരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട് നല്ല ക്ലീൻ ആൻഡ് നീറ്റാക്കി എടുക്കാം. അപ്പോൾ അതിന് ഒന്ന് മാത്രം ചെയ്താൽ മതി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ മതി. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ഡീക്ലറിങ് ആയി ചെയ്യാമല്ലോ. 2 സ്ഥലം മാത്രം ക്ലീൻ ചെയ്താൽ മതിയോ, ആഴ്ചയിൽ 2 വീഡിയോ വരുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് വാമിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് വ്ളോഗൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ അടുക്കി പെറുക്കി എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോയാൽ മാത്രം മതിയല്ലോ, ഇനിയിപ്പം തരംതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തീർച്ചയായും നിങ്ങളെ ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.